തണ്ണിമത്ത, മഴ കാരണം കാട് നശിക്കാൻ പോവുകയാണ്. ഒരു ഗർഭിണിയായ പക്ഷിയും ഒരു ആനയും പിന്നെ കുറേ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ദുരിതത്തിലാണ്. മരം തന്റെ കണ്ണടച്ച് പിന്നെ തന്റെ മാന്ത്രിക വിധി കൊണ്ട് അപകടത്തിലായ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും കാണാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഇത് വളരെ വലിയ കുഴപ്പമാണല്ലോ. തണ്ണിമത്ത, നിങ്ങൾക്ക് മായാജാലം അറിയില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് പരിഭ്രാന്തനാകുന്നത്? മരം എന്തോ ഒളിച്ചു വെക്കുന്നത് പോലെ ചിന്തിക്കാൻ തുടങ്ങി. തണ്ണിമത്ത, എന്താ ആലോചിക്കുന്നത്? മറ്റുള്ളവരെ സഹായിക്കാനായി എനിക്ക് ഈ ശക്തി കിട്ടിയത്. ഇന്ന് എനിക്ക് എന്റെ കാടിനെ രക്ഷിക്കുവാൻ കഴിയില്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയില്ല. പിന്നെ എന്റെ ശക്തികൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെയാകും. ഇത് പറഞ്ഞ് മരം തന്റെ കണ്ണുകൾ അടച്ചു. പിന്നെ തന്റെ മാന്ത്രിക വിദ്യ പ്രയോഗിക്കാൻ തുടങ്ങി. അവന്റെ കൊമ്പുകളിൽ ധാരാളം തണ്ണിമത്തൻ ഉണ്ടാവാൻ തുടങ്ങി. തണ്ണിമത്തനെല്ലാം വളരെ വേഗത്തിൽ സ്വയം നിലത്ത് വീഴാൻ തുടങ്ങി. അതിനുശേഷം അവയോരോന്നും വീടിന്റെ രൂപത്തിലേക്ക് വന്നു. ഇതെല്ലാം ഇപ്പോൾ തന്നെ ആപത്തിലകപ്പെട്ടിരിക്കുന്ന കാട്ടിലുള്ളവരുടെ അടുത്തേക്ക് എത്തിച്ചേരും. ഇത് കേട്ട് മിട്ടുവിന് സന്തോഷമായി.